ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കളക്ഷൻ അപ്ഡേറ്റുകളാണ്. 4 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഏകദേശം 20 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു മനസ്സിലൊരു മനക്കണക്കുണ്ടായിരുന്നു, ഈ സിനിമ ഇത്ര കോടി നേടും എന്നുള്ളത്. ഞാൻ എൻ്റെ റിവ്യൂയിലൂടെ പറയുകയും ചെയ്തതാണ് ഈ ഒരു സിനിമ ഒരു 100-150 കോടിക്ക് അടുത്ത് തന്നെ കളക്ഷൻ നേടുന്നുള്ളത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി നോക്കിയിട്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ട്, ആ സിനിമയുടെ ആ ഒരു മേക്കിംഗ്, ആക്ഷന്, നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു എല്ലാം കൊണ്ടും എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു. ആ തിയേറ്റർ ഇളക്കി മറിച്ച് കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു ടർബോ എന്ന സിനിമ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ റിവ്യൂയിലൂടെ പറയുകയും ചെയ്തിരുന്നു. ഞാൻ അത്രയും സന്തോഷത്തോടു കൂടി ചെയ്തൊരു റിവ്യൂ ആയിരുന്നു ടർബോ കണ്ടതിന് ശേഷം ചെയ്ത റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ 20 ദിവസം തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ എത്ര ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിട്ടില്ല, ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റ് ഇതുവരെ വന്നില്ല. ടാക്കേഴ്സിൻ്റെ കളക്ഷൻ അപ്ഡേറ്റുകൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമ ഏകദേശം 35 കോടിക്ക് അടുത്താണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് 71 കോടിക്ക് മുകളിലായിട്ട് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഒരു 100 കോടിക്ക് മുകളിൽ കളക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ കളക്ഷൻ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വേൾഡ് വൈഡിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ ഇവിടെ കേരളത്തിൽ കളിക്കുന്നത് പോലെ ഒരു ദിവസം ഒരു തിയേറ്ററിൽ 4 ഷോ 5 ഷോ ഒക്കെ ആണല്ലോ ഒരു ദിവസം ഉണ്ടാവുക. പക്ഷേ അവിടെയൊക്കെ ആഴ്ചയിൽ 2 ഷോ, പിന്നെ 3-4 ദിവസം കൂടുമ്പോൾ ഒരു ഷോ എന്നുള്ള രീതിയിലൊക്കെയാണ് പുറം രാജ്യങ്ങളിലൊക്കെ സാധാരണ ഷോകൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കളക്ഷൻ GCC കൺട്രീസിൽ നിന്നൊക്കെയുള്ള കളക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അവിടെ നിന്നൊക്കെ എത്രയാണ് ഒഫീഷ്യൽ കളക്ഷൻ വരുന്നതെന്നുള്ളത്. എന്തായാലും ട്രാക്കേഴ്സിൻ്റെ കണക്ക് പ്രകാരം വേൾഡ് വൈഡിൽ ഈ ഒരു സിനിമ 71 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 20 ദിവസം കൊണ്ട്. അടുത്തത് നമ്മുടെ പിന്നെ പൃഥ്വിരാജ്, അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, നിഖില വിമൽ എന്നിവർ, അനശ്വര രാജ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലം നടയിൽ നടന്ന സിനിമ. തിയേറ്റർ ഇളക്കി മറിച്ചൊരു സിനിമയായിരുന്നു. കിടിലൻ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഗ്രോസ് കളക്ഷൻ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും സിനിമ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള കളക്ഷൻ തന്നെ ഏകദേശം 40 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ഈ സിനിമ 90 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ള അവർ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമയോടുകൂടി 100 കോടിക്ക് മുകളിൽ പൃഥ്വിരാജിൻ്റെ അടുത്തൊരു 100 കോടി കളക്ഷൻ നേടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാവുന്നതാണ്. അടുത്ത സിനിമ നമ്മുടെ പൃഥ്വിരാജിൻ്റെ തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയാണ്. 75 ദിവസം പിന്നിട്ട് ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 160 കോടിക്ക് മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഈ ഒരു സിനിമ ഒരു പിന്നെ ഹിറ്റ് സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും പ്രൊഡ്യൂസറിന് നഷ്ടം, അതായത് പ്രൊഡ്യൂസറിന് ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ OTT റിലീസ് വൈകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില സ്ഥലത്തുനിന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ 100 ദിവസം തിയേറ്ററിൽ റൺ ചെയ്തതിന് ശേഷം OTT റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ ബിജു മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പാത്രപ്പെട്ട സിനിമയായിരുന്നു തലവൻ എന്ന് പറഞ്ഞ സിനിമ. മികച്ച അഭിപ്രായങ്ങളോടുകൂടി തിയേറ്ററിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. 20 ദിവസം കഴിഞ്ഞു ഈ സിനിമ തിയേറ്ററിൽ റണ്ണ്. അപ്പോൾ 20 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ 22 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മികച്ചൊരു ഹിറ്റ് സ്റ്റാറ്റസിലാണ് ഈ ഒരു സിനിമ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലവൻ എന്ന് പറഞ്ഞ സിനിമ പിന്നെ 2024 മലയാളത്തിലെ അടുത്തൊരു ഹിറ്റാണ് തലവൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പം ഈ 4 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, OTT അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും